സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്കെതിരെ വിമർശനം. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കും പോലെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മറുപടി. ORK മന്ത്രിയായതോടെ സഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിൽ മാറ്റം വന്നു. ജീവാനന്ദം പദ്ധതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് ധനമന്ത്രിയുടെ മറുപടി. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്നും സർക്കാർ ഗ്യാരണ്ടിയിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നും കെ എൻ ബാലഗോപാൽ. ഒരു നിശ്ചിത തുക ജീവനക്കാരിയുടെ മരണം വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവാനന്ദ പദ്ധതിയെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. ശമ്പളവും ക്ഷാമബദ്ധയും മുടങ്ങിയ ജീവനക്കാർക്ക് പദ്ധതിയിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. സാർ, യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെൻറ് എടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല. DA 19% കൊടുക്കാനുണ്ട്. ലീവ് സെൻറ്റർ മരവിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത്. ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ്വ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത്. വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെൻറ്റിന് വെയ്സ് ആൻഡ് മീൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. കെ രാധാകൃഷ്ണന് പകരം ORK മന്ത്രിസഭയിലെത്തിയതോടെ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിന്റെ ക്രമം മാറി. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കെ രാധാകൃഷ്ണൻ ഇരുന്ന സീറ്റിൽ രണ്ടാമനായി. റവന്യൂ മന്ത്രി കെ രാജനാണ് മൂന്നാമൻ. രണ്ടാം നിരയിൽ മന്ത്രി ജെ ചിഞ്ചുറാണിക്കൊപ്പമാണ് ORK സീറ്റ്. 24 തിരുവനന്തപുരം.